ഇതൊക്കെ അനുഭവം അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ആരെങ്കിലും ഞാൻ പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, എനിക്കുണ്ട് മോളെ. ആ, എനിക്കും ഉണ്ട്. മരിയക്കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? മരിയക്കുട്ടി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൂടെ പോകുമ്പോൾ ഈ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര അതും ചെറിയ ദൂരം ഉണ്ടായുള്ളൂ, അധികം ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷെ ലോങ് എനിക്കും ഉള്ള അനുഭവം. ആഹാ, പിന്നല്ല, നിങ്ങളെല്ലാവരും ഓരോ പെണ്ണുങ്ങളെ കാണാൻ പോകും, ഓളുണ്ടാവോ, അതൊരു കാലം. അതേപോലെ ബൈക്ക്, അന്നൊക്കെ ഹീറോ ഹോണ്ട, പിന്നെ ബുള്ളറ്റ്, പിന്നെ വേറൊരു വണ്ടികൾ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഇപ്പോഴല്ലേ കുണ്ടി പൊന്തിയതും ബെൽറ്റ് പൊന്തിയതും ബാക്ക് പൊന്തിയതൊക്കെ വണ്ടി. അന്നാ സമയത്തൊന്നും ഉണ്ടായില്ല. ഹീറോ ഹോണ്ടയുടെ സ്ഥലത്ത് വേറൊരു വണ്ടി കൂടി ഉണ്ടായിരുന്നല്ലോ, കുറച്ചും കൂടെ നല്ല. ചേട്ടാ വണ്ടിയുടെ പേരെന്താ? ഹീറോ ഹോണ്ടയാണോ അത്? കുറേയൊക്കെ ഒരു ഹീറോ ഹോണ്ട. പിന്നെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നല്ലോ ഒരു ബൈക്ക്. അല്ല, അത് ബൈക്കിന്റെ പേര് ഞാൻ പറഞ്ഞു, റസ്, അങ്ങനെ എന്തോ ഒരു വണ്ടി. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മേനെയൊക്കെ പറ്റിച്ചിട്ട് ഗേളോമാസ്റ്ററിൽ പഠിക്കാൻ പോയി നിൽക്കും. എന്നിട്ട് ആ ചക്കൻ വരും. എന്നിട്ട് ഞാൻ അവരുടെ വണ്ടിയുടെ പുറകെ കവച്ചിരിക്കും. എനിക്ക് ബൈക്കിൽ കയറാനൊന്നും അറിയില്ല, പേടിയാ. ചവിട്ടി കയറുമ്പോൾ അയ്യോ വണ്ടി അരങ്ങും, പേടിയാവണം, കയറി നീ. അപ്പോൾ നിൽക്കും, ബെൽറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും ചക്കൻ. പക്ഷെ ഞാൻ പിടിച്ചു ഒരു കവച്ചിരുന്നു. എന്നിട്ട് ഇങ്ങനെ ചാരിയിരുന്നു. ഇവരിതാണെങ്കിൽ ഇങ്ങനെ ചാരിയിരുന്നു. എന്നിട്ട് ഇവരിങ്ങനെ വയറ്റത് ഇങ്ങനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ഇങ്ങനെ വളച്ച് അപ്പം അയ്യോ പതുക്കെ തിരുക്കി ഇങ്ങനെ പിച്ചു. ഇപ്പൊ അവൻ പെണ്ണ് കെട്ടി 3 പിള്ളേരും 3 എന്താ ആർക്കറിയാം. ഒരു കാലം മോളെ. ഈ പാട്ടൊക്കെ വെക്കണം. പൾസർ, അങ്ങനെയാന്ന് തോന്നുന്നു. പൾസർ അങ്ങനെ മതി. ഹീറോ ഹോണ്ട എനിക്ക് ഇഷ്ടമല്ല. ഹീറോ ഹോണ്ടയിൽ പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല, ഒരു രസമില്ലാത്ത വണ്ടി. ഹീറോ ഹോണ്ട കൊള്ളത്തില്ല. ഒന്നെങ്കിൽ ബുള്ളറ്റ്, എനിക്ക് ബുള്ളറ്റിന്റെ വരാണ്ട. ഒന്നെങ്കിൽ ബുള്ളറ്റ്, ഒന്നെങ്കിൽ പൾസർ. ഹീറോ ഹോണ്ട ഒരു രസമില്ല, എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഹീറോ ഹോണ്ട? ഹീറോ ഹോണ്ടയിലൊന്നും കൊള്ളത്തില്ല. അയ്യേ, ഇന്ന് എല്ലാവരും പഴയ കാമുകനെ ഓർക്കും. ഞാനും ഓർക്കൂട്ടാ. കാരണം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മോളെ, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൊള്ളില്ല. ഹീറോ ഹോണ്ട കാണാനേ ലുക്കില്ലാത്തൊരു പേട്ടാപ്പൊളിച്ച വണ്ടി. ഹീറോ ഹോണ്ടയിലൊക്കെ നമ്മള് എനിക്ക് നാണപ്പൂ വെച്ച്. സ്കൂട്ടി ഒന്നും കൊള്ളത്തില്ല. എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനൊരു ബുള്ളറ്റ് ഓടിച്ചു കൊടുക്കും, ഉറപ്പാ. ഇവിടെ ഒന്നും ബുള്ളറ്റ് ഓടിക്കാൻ പറ്റില്ലല്ലോ. നാട്ടില് എൻ്റെ മോന് ഞാൻ ബുള്ളറ്റ് ഓടിച്ചു കൊടുക്കും. എന്നിട്ട് എൻ്റെ മോൻ്റെ കൂടെ ഞാൻ നോക്കിച്ചു. എൻ്റെ കൊച്ചിറക്കാൻ 2 വർഷം കൂട്ടി കഴിഞ്ഞാൽ 10-ലാവും. 10-ലാവുമ്പോൾ ഞാൻ അവനെ ഡ്രൈവിങ് പഠിച്ച് എൻ്റെ കൊച്ചിന് ഞാൻ ബുള്ളറ്റ് ഓടിച്ചു കൊടുക്കും. എനിക്കിഷ്ടമാണ് ബുള്ളറ്റാണ് എനിക്കിഷ്ടം. എന്നിട്ട് ബൈക്കിൽ പോകുമ്പോൾ മഴയൊക്കെ ചാറും മോളെ. മഴ ചാറുമ്പോൾ മേത്തേക്കൊക്കെ വെള്ളമായിരിക്കും, വെള്ളം. അപ്പം തണുക്കുന്നത്. അപ്പൊ വണ്ടി ഇങ്ങനെ പോവല്ലേ, പോകുമ്പോ ഈ ബൈക്കല്ലേ ഇങ്ങനെ വളഞ്ഞു കൊണ്ടു. അപ്പൊ നമ്മളിങ്ങനെ പോകും. അപ്പൊ ബാക്കിൽ കൂടെ ഇങ്ങനെ നോക്കും. അപ്പൊ ചുരിദാർ പൊന്തും. അന്നൊക്കെ നമ്മൾ ഇത്ര ഇപ്പോഴല്ലേ മോഡലിൽ ചുരിദാറായത്, ഓപ്പണിങ് അല്ലാത്തൊക്കെ. അന്നൊക്കെ നമ്മൾ ചുരിദാർ തയ്ക്കുമായിരുന്നു, തുണിയെടുത്ത് അല്ലേ ഇവിടെ. അല്ല മരിയക്കുട്ടി, അന്നൊക്കെ നമ്മൾ തുണിയെടുത്ത് 300-400 രൂപയ്ക്ക് തുണി എടുത്തിട്ട് ഇവിടെ വരെ ഓപ്പൺ എടുത്ത് തയ്പ്പിക്കും. ഓപ്പൺ തയ്പ്പിച്ചിട്ട് നമ്മൾ ഷോളൊക്കെ ഒരു സൈഡിൽ കുത്തും, അല്ലെങ്കിൽ ഷോൾ ഇടും. എന്നിട്ട് കുത്തിയിട്ട് ഇവരെ കയറി കവച്ചിരിക്കുമ്പം വലിയ ലോങ് പോകുമ്പം ബാക്കിലൂടെയൊക്കെ വണ്ടി മഴയൊക്കെ വരുമ്പം തുണി ഇങ്ങനെ പൊന്തുമ്പം നമ്മളിങ്ങനെ കാണിക്കും. അത് ഇവിടെ ഈ വരിയൊക്കെ ഇങ്ങനെ നമ്മുടെ തൊടഭാഗമൊക്കെ കാണാം. അപ്പം മഴയും കൂടെ പെയ്യുമ്പോണ്ടല്ലോ, അതിൻ്റെയൊക്കെ എൻ്റെ അമ്മേനൊക്കെ ഞാൻ എന്തോരം പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയുമോ. മഴ ചാറിയിട്ടുണ്ട്. എന്നിട്ട് പകുതിക്കൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കട്ടഞ്ഞായൊക്കെ മേടിച്ചു കുടിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കും. ഇപ്പൊ അതൊന്നും ഇല്ല മോളെ. കേൾക്കുമ്പോൾ തന്നെ കുളിര്. ആ ചേച്ചി ഓർമ്മിച്ചു എല്ലാം. ഇല്ലേ, നല്ല രസമല്ലേ, അതൊക്കെ ഒരു കുളിരല്ലേ. കണ്ട ആളുകളെ പോയി കാണാൻ പോകുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, ഫോണിൽ കൂടെ പരിചയപ്പെട്ട് നേരിട്ട് കാണുമ്പം ഉണ്ടാവുന്ന ഫീല്. ചായ കുടിക്കാൻ പോവുക, അതേ ചേട്ടാ. കക്ഷം കാണിക്കുമോ? വേറൊന്നും കണ്ട് ഈ സാധനം കാണിച്ചു തരാം, എന്ത് വേണോ? സത്യമല്ലേ മരിയ, ഇതൊക്കെ ഒരു പഴയക്കാലം. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എല്ലായിടത്തും ക്യാമറ വെച്ചു.
പക്ഷെ ഇപ്പം എനിക്കൊന്നും എല്ലാം എനിക്കറിയാവുന്നതുകൊണ്ട് നമുക്ക് അതിനോടൊന്നും ഒരു ത്രില്ലില്ല. മൂടൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രയും പോയിട്ടില്ല. പക്ഷേ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. കാരണം നമുക്കൊരു മൂഡ് തോന്നില്ല. സ്നേഹിക്കുന്നവരുടെ തോന്നുള്ളൂ. സത്യമല്ലേ? പഴയ സമയത്തൊക്കെ ഒരു ചക്ര കാണുമ്പോഴേക്കും നമുക്ക് മൂടാം. ഒരു വണ്ടി കയറിയാൽ പോലും മൂടാം. ഒരാളുടെ അവൻ്റെ കൂടെ ചായ കുടിക്കണം, അവൻ്റെ മുഖത്ത് നോക്കി തന്നെ മുഖത്തോട് മുഖം നോക്കി തന്നെ നമ്മുടെ ഇപ്പൊ നമ്മള് പണ്ടൊക്കെ വരിക. പണ്ടൊക്കെ നമ്മളൊരു ചെറുക്കൻ്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിഞ്ഞാൽ അവൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൂടാം. അല്ല കറക്റ്റ് അല്ലേ? ബസ്സിനൊരു കിളി ഇങ്ങനെ ബാക്കോടെ നമ്മൾ നോക്കി 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 പരിചയി വല്ലാത്തൊരു ത്രില്ല. പാട്ട് പാട്ടേക്കാം. എല്ലാരും പഴയ വഴികൾ ഓർക്കും. അന്നൊന്നും നമുക്ക് അത്ര ട്രാഫിക് ഇല്ലായിരുന്നു. ഇപ്പൊ ഈ ദുബായിലൊക്കെ അങ്ങനെ ഫുള്ള് ദുബായിലൊക്കെ അങ്ങനെ പാട്ട് കേട്ട് മഴയത് പോകുന്ന ഉള്ളിടത്തൊക്കെ ട്രാഫിക്കാണ്. ഒരു റൊമാൻസ് ആകുമ്പോഴേക്കും അപ്പുറത്ത് ട്രാഫിക് മയിൽപ്പോയി. പിന്നെ ഓടിച്ചു അപ്പുറത്ത് ട്രാഫിക് മയില് മൂടും. പിന്നെ അടുത്തത് ഓടിച്ച് ട്രാഫിക് മൂടും. 90 കിഡ്സ് യെസ് മൂടും പോയി. ദുബായിലൊന്നും പറ്റൂല. കാരണം അപ്പടി ട്രാഫിക്കാ. അല്ലെങ്കിൽ രാത്രി ദുബായിൽ എങ്ങനെയാണെന്നറിയോ? നമുക്ക് രാത്രി ട്രാഫിക് ഉണ്ടാവില്ല. രാത്രി ഒരു 12 മണി, ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ദുബായിൽ കറങ്ങണം. നല്ല ഫീലിംഗ്. റാസൽ ഖൈമയ്ക്കും അബുദാബിക്കും അലയിലൊക്കെ വെച്ചോടെ പാട്ട് കേട്ട് മോനെ പൊളിക്കും. പക്ഷെ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ എത്തണം കേട്ടോ. കാരണം ട്രാഫിക് വന്നു കഴിഞ്ഞാൽ മൂടള്ള പോകും. പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പോകണം. അത് വെളുപ്പാൻ കാലത്തൊരു ഏകദേശം 12 മണി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ പോകണം. ദുബായിൽ മഴ ഉണ്ടായില്ലെങ്കിൽ AC ഉണ്ടല്ലോ. മഴ ഇല്ലെങ്കിലും AC ഉണ്ടാവുമല്ലോ. AC മതിയല്ലോ. ദുബായിൽ മഴ ഇല്ലെങ്കിലും നോ പ്രോബ്ലം. വണ്ടിയിൽ AC ഉണ്ട്. വണ്ടി തുറക്കാണ്ട് അടച്ചിടുക, AC കൂട്ടിയിടുക, പാട്ട് വയ്ക്കുക. രാത്രി എനിക്ക് വയ്യ. അങ്ങനെ ഇതൊരു ചക്കമര കിട്ടിയിട്ടില്ല കേട്ടോ. ആശപ്പ ചേച്ചി നമ്മളെ മിനിഞ്ഞാന്ന് നമുക്ക് പോണം. ആരെങ്കിലും വിളിച്ചിട്ടോ ഒരു ലോങ് ട്രിപ്പ് പാട്ട് കേട്ടിട്ട്. അല്ല ആശപ്പ ചേച്ചി, ആൾക്കാരൊക്കെ ഉണ്ട് ആശപ്പ ചേച്ചി. പക്ഷെ വിശ്വാസമുള്ള കുടുംബം. എന്റെ ഹോളിഡേ എന്നെ കൊണ്ടുപോകും ഹോളിട്ടോ. കാണാൻ വന്നു കഴിഞ്ഞാ ഈ അപ്പൊ ഇപ്പൊ കാറിലൊന്നും അല്ല.